ഫലസ്തീൻ ദിനം ആചരിക്കുകയാണ് ലോകമെങ്ങും. നമുക്കറിയാവുന്നതല്ലേ, ഫലസ്തീനെക്കുറിച്ച് നമ്മൾ ദീർഘദിവസങ്ങളിലൂടെ സംസാരിക്കുന്നു. ഇപ്പോഴും നീതി കിട്ടാത്ത, ഇപ്പോഴും ലോകത്തിൻ്റെ ശരിയാവണ്ണമുള്ള ഐക്യദാർഢ്യം അല്ലെങ്കിൽ ലോക ഭരണകൂടങ്ങളുടെ ഐക്യദാർഢ്യം ഇപ്പോഴും കിട്ടാത്ത ജനതയായിട്ട് അവർ തുടരുകയാണ്. അവരുടെ ഫൈറ്റ് ഒരു വശത്ത് തുടരുന്നു, അവർക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളും ഒരു വശത്ത് തുടരുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 3/4 നൂറ്റാണ്ട് കാലത്തെ ഫലസ്തീൻ്റെ ഒരു പോരാട്ട വഴിക്കിടയിൽ ഇത്തവണത്തെ ഐക്യദാർഢ്യ ദിനം എന്തുമാത്രം പ്രധാനപ്പെട്ടതും സവിശേഷതകൾ നിറഞ്ഞതാണെന്നതിനെക്കുറിച്ചാണ് നമ്മൾ അവസാനം സംസാരിക്കുന്നത്. ഈ പ്രാവശ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അല്ല, ഈ നവംബർ 29 ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനം, ഇൻ്റർനാഷണൽ ഡേ ഫോർ പലസ്റ്റൈൻ സോളിഡാരിറ്റി എന്നുള്ളത് UN-ൻ്റെ ഒരു ആചാരമാണ്. UN ഒരുപാട് ദിവസങ്ങൾ അവരുടെ സ്പെഷ്യൽ ഒബ്സർവൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നവംബർ 29. അത് ഒരു ചടങ്ങ് പോലെ എല്ലാ വർഷവും നടക്കും. UN-ൻ്റെ ആസ്ഥാനത്ത് ന്യൂയോർക്കിൽ, ജനീവയിൽ, വിയന്നയിൽ, നൈറോബി, അങ്ങനെ UN-ൻ്റെ പ്രധാനപ്പെട്ട ഓഫീസുകളുള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തും. പിന്നെ പലസ്തീൻ എംബസികൾ, ലോകത്ത് അവരുടെ എംബസികളുള്ള സ്ഥലത്ത് ചടങ്ങുകൾ സംഘടിപ്പിക്കും. അതിങ്ങനെ വർഷം വെച്ചാൽ എനിക്കൊന്ന് 1977 മുതൽ ഈ പറയുന്ന ഈ ഒബ്സർവൻസ് നടന്നു വരുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫലസ്തീനികൾക്ക് എന്തെങ്കിലും ഇതുണ്ടോ, കാര്യമുണ്ടോയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആകെയുള്ളൊരു കാര്യം, പലസ്തീനെക്കുറിച്ച് ഔദ്യോഗിക വേദികളിൽ ഔദ്യോഗികമായി സംസാരിക്കാനുള്ളൊരു സന്ദർഭം നോക്കണം. കഴിഞ്ഞ നവംബർ 29 ഇവിടെ ബഹ്റൈനിൽ ഇത് നടന്നിരുന്നു. എനിക്കൊന്ന് ബഹ്റൈനിലെ പലസ്തീൻ എംബസിയാണ്, ബഹ്റൈൻ സർക്കാർ തന്നെയാണോ ആ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും അംബാസഡർമാരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെതിരെ ബഹ്റൈൻ പാർലമെൻറ്റ് സ്പീക്കർ നടത്തിയ പ്രസംഗം ഭയങ്കരമായിട്ട് ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നിങ്ങളൊരു ഭാഗത്ത് ഗസയിൽ കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്യുക, ഇവിടെ വന്നിട്ട് ഈ പരിപാടിയിൽ വന്നിരിക്കുകയും ചെയ്യുക, ഇത് ശരിയായ ഇടപാടല്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പാർലമെൻറ്റ് സ്പീക്കർ സംസാരിച്ചത് ലോകമാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്തയാക്കി. അപ്പോൾ അങ്ങനെയുള്ള ചില പരിപാടികൾ നടക്കുന്നു. അതിൽ ചില പ്രഭാഷണങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടും. എന്നതിലപ്പുറം വലിയ പ്രസക്തി അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നവംബർ 29 ഈ പലസ്റ്റൈൻ സോളിഡാരിറ്റി ഡേ ആയതിൻ്റെ ഒരു പശ്ചാത്തലം അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു തമാശയോ അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാവും. നവംബർ 29 ഈ പറയുന്ന റെസൊല്യൂഷൻ 181-2 എന്ന് പറയുന്ന UN റെസൊല്യൂഷൻ അത് പാസ്സാക്കപ്പെടുന്നത് UN-ൽ. ആ റെസൊല്യൂഷനിലൂടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ലോകത്ത് ഒരു UN റെസൊല്യൂഷനിലൂടെ ഒരു രാജ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. ബാക്കിയൊക്കെ രാജ്യങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യം ഉണ്ടാകുന്നത്? അവർ പിന്നെ UN അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ UN റെസൊല്യൂഷനിലൂടെ ഉണ്ടായ ഒരു പക്ഷേ ലോകത്തെ ഒരേ ഒരു രാജ്യമായിരിക്കും ഇസ്രായേൽ എന്ന് പറയുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പലസ്റ്റൈൻ പ്രദേശങ്ങൾ, പലസ്റ്റൈൻ ടെറിട്ടറീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്ന ആ പ്രദേശം, അതിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നതിനെക്കുറിച്ച് ഏതാണ്ട് 1917 മുതൽ പലതരം ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ UN വരുന്നു. UN-ൽ അത് ദീർഘമായ ചർച്ചകൾക്ക് വിധേയമാകുന്നു. അങ്ങനെയാണ് ഒരു പലസ്റ്റൈൻ സ്റ്റേറ്റും ഒരു ഇസ്രായേൽ സ്റ്റേറ്റും ഉണ്ടാക്കുക. അതേമാതിരി ജെറൂസലം സിറ്റി ഒരു അന്താരാഷ്ട്ര ബോഡിയെ അതിൻ്റെ ഭരണം ഏൽപ്പിക്കുക എന്ന മൂന്ന് സംഗതികൾ ഉൾക്കൊള്ളുന്ന റെസൊല്യൂഷൻ 181-2 എന്ന് പറയുന്ന റെസൊല്യൂഷൻ UN പാസ്സാക്കുന്നത്. ആ റെസൊല്യൂഷനെ തുടർന്നാണ് ഇസ്രായേൽ ഉണ്ടാകുന്നത്. ആ റെസൊല്യൂഷനെ തുടർന്ന് എന്തുണ്ടാവേണ്ടതായിരുന്നു? പലസ്തീനും ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ 2024 നിൽക്കുമ്പോഴും നമ്മൾ കാണുക, പലസ്തീൻ എന്ന് പറയുന്നത് ഒരു ആധുനിക ദേശരാഷ്ട്രം, ഒരു രാജ്യം എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു ഫങ്ഷനാലിറ്റിയോടുള്ള ഒരു രാജ്യം ഇതുവരെയും ഉണ്ടായി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ നിലക്ക് ആ ഒരു ചരിത്രം ഓർമ്മിക്കാവുന്ന ഒരു ഘട്ടം എന്നത് മാത്രമാണ് അതിൻ്റെ പ്രസക്തി. അപ്പോൾ അതിൽ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ പറയുന്ന റെസൊല്യൂഷൻ പാസ്സാക്കി ജെറൂസലം ഒരു ഇൻ്റർനാഷണൽ ഏജൻസി ഭരിക്കുക, മറ്റേത് പലസ്തീന് കൊടുക്കുക. 56% ഭൂമിയാണ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേലിനുണ്ടായിരുന്നത്. ബാക്കി ജെറൂസലം കൂടി മാറ്റി നിർത്തി എനിക്ക് തോന്നുന്നു 40% മറ്റാണ് പലസ്തീന് വരിക. എനിവേ, അതൊന്നും ഉണ്ടായില്ല. അപ്പോൾ കാണേണ്ട, ഞാൻ പറയുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ, ഒരു UN റെസൊല്യൂഷനിലൂടെ ഉണ്ടായ രാജ്യമാണ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ. പക്ഷെ അതേസമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UN-ൻ്റെ മൊത്തം റെസൊല്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ സ്റ്റേറ്റ് സ്പെസിഫിക്, ഒരു കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള റെസൊല്യൂഷൻ്റെ 45% ഇസ്രായേലിനെതിരായിട്ടാണ്. അങ്ങനെ ഒരു രാജ്യം ലോകത്തുണ്ടാവില്ല. ഒരു രാജ്യത്തിനെതിരെ ഇത്രയധികം UN പ്രമേയങ്ങളുണ്ടാവുക. ആ പ്രമേയങ്ങളെല്ലാം ഇസ്രായേൽ ധിക്കരിച്ചിട്ടേ ഉള്ളൂ. അത് UN ജനറൽ അസംബ്ലിയുടെ പ്രമേയങ്ങളുടെ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയമുണ്ട്. നോക്കൂ, സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയം ലീഗലി ബൈൻഡിങ് ആണെന്നാണ് വെപ്പ്. ഏറ്റവും ഒടുവിൽ ഇപ്പം ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അവിടുത്തെ പ്രൈം മിനിസ്റ്റർക്കെതിരെയും മുൻ ഡിഫൻസ് മിനിസ്റ്റർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് പിറ്റേ ദിവസം
ഈ ICCയിൽ സിഗ്നേറ്ററിയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം. യൂറോപ്യൻ യൂണിയൻ യിൽപ്പെട്ട ഹംഗറി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വിക്ടർ ഓർബാൻ, അയാൾ പ്രസ്താവിച്ചിരിക്കുകയാണ്, ഓർബൻ, ഇത് ഞാൻ നെതന്യാഹുവിനോട് ബുഡാപെസ്റ്റിൽ സ്വീകരണം നൽകാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഒരാൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നു. ആ ക്രിമിനൽ കോർട്ടിൽ സിഗ്നേറ്ററി ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ തലവൻ പ്രഖ്യാപിക്കുകയാണ്. അയാളുടെ ഉത്തരവാദിത്തം എന്താണെന്നറിയോ? ഈ പറയുന്ന ബെന്യാമിൻ നെതന്യാഹുവും യോവ് ഗാലൻറ്റും ഇയാളുടെ ടെറിട്ടറിയിൽ വന്നാൽ അയാളെ പിടിച്ചിട്ട് ഹേഗിൽ ഏൽപ്പിക്കുക എന്നുള്ളതിന് ഉത്തരവാദിയായിട്ടുള്ള ആളാണ് അയാൾ. അയാൾ പറയുന്നത് ഞാൻ നാളെ നെതന്യാഹുവിനോട് ബുഡാപെസ്റ്റിൽ സ്വീകരണം കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ UN അന്താരാഷ്ട്ര നിയമം നമുക്ക് നമ്മുടെ ആധുനിക ലോകം രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ നിയതമായിട്ടുള്ള കുറേ രീതികളുണ്ട്, ജനാധിപത്യമായിട്ടുള്ള കുറേ ഘടനകളുണ്ട്, അതിൻ്റെ പുറത്താണെന്നൊക്കെ പറയുന്നത് അതൊരു മിഥ്യയാണെന്നുള്ളതാണ്. UN ഒരു ഘടനയെക്കുറിച്ച് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള അതിനൊരു പ്രശ്നമുണ്ട്. കാരണം 5 അംഗങ്ങൾ നിങ്ങൾ സ്ഥിരാംഗങ്ങളായി നിശ്ചയിക്കുന്നു, ആ 5 അംഗങ്ങൾക്ക് പ്രത്യേകമായ അധികാരം കൊടുക്കുന്നു. അതിൽ തന്നെ നോക്കൂ, ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് UN സ്ഥിരാംഗത്വം ഇല്ല. അപ്പോൾ ആരെയാണ് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ആഫ്രിക്ക എന്ന് പറയുന്നൊരു ഭൂഖണ്ഡം, അവിടുന്ന് ആരുമില്ല, ആ ഭൂഖണ്ഡം ആരും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിശാസ്ത്രപരം, മതപരം, സാംസ്കാരികം, ഭാഷാപരം ഇങ്ങനെയൊക്കെയുള്ള ലോകത്തിൻ്റെ വൈവിധ്യങ്ങളെ ഏതെങ്കിലും നിലക്ക് നീതിപൂർവമായി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സംവിധാനമേ അല്ല അത്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു സംവിധാനം എന്നുള്ള നിലക്ക് അതങ്ങനെ നിൽക്കുന്നു. പക്ഷേ ആ സംവിധാനം അതാണ് പറഞ്ഞത്, ഇന്നത്തെ ലോകഘടന എത്രത്തോളം അനീതി നിറഞ്ഞ അടിസ്ഥാനങ്ങളിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പോയിൻ്റ്, ഒരു ഭൂമിശാസ്ത്ര മേഖല എന്നുള്ളതാണ് ഫലസ്തീൻ്റെ പ്രസക്തി. ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ സ്വയം നിർണയാവകാശം എന്ന് പറയുന്നത് UN പ്രമേയങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതി വിധികളിലൂടെ ലഭിക്കുന്ന ഒന്നായിരിക്കുകയില്ല. കാരണം ഈ പറയുന്ന പീഡിതൻ്റെ വിമോചനം എന്ന് പറയുന്നത് വാറണ്ടുകളിലൂടെയും പ്രമേയങ്ങളിലൂടെയും നേടാൻ പോകുന്ന കാര്യമേ അല്ല. അത് അവരുടെ അതിജീവന പോരാട്ടങ്ങളിലൂടെ മാത്രമേ അത് നേടാൻ പറ്റുള്ളൂ എന്നതിനെക്കുറിച്ച് ആവർത്തിച്ചോർമ്മിപ്പിക്കുന്നു എന്നത് മാത്രമാണ് ഈ ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ ഉള്ളതെന്നാണ് വിചാരിക്കുക. ഈ UN ഇങ്ങനൊരു ദിവസം ആചരിക്കുന്നതിലൊരു ഉളുപ്പില്ലായ്മയുണ്ട്. ആ ഉളുപ്പില്ലായ്മ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം രൂപം കൊള്ളുന്നത് UN രൂപം കൊണ്ടതിന് ശേഷമാണ്. പക്ഷേ ഈ പറയുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന മേഖലയിലേക്കുള്ള യൂറോപ്യന്മാരുടെ കുടിയേറ്റം അതിന് മുമ്പുണ്ട്. അതായത് 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ കുടിയേറ്റം വ്യാപകമായതാണ്. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം അത് ബ്രിട്ടൻ്റെ കീഴിലായിരുന്ന പ്രദേശം. അപ്പോൾ ഒരു പ്രദേശത്തേക്ക് ഇങ്ങനെ മൈഗ്രേഷൻ, അത് വേറൊരു തരത്തിലും അട്രാക്റ്റീവ് അല്ലാത്തൊരു സ്ഥലത്തേക്ക് യൂറോപ്പിൽ നിന്നുള്ള ജ്യൂസ് ഇങ്ങനെ കുടിയേറുകയാണ്. അതിലൊരു അസ്വാഭാവികത ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനത്തിനുള്ള ഗൂഢാലോചന 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് UK മാത്രം, അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ മാത്രമായിട്ടുള്ള ഒരു ഇച്ഛാശക്തിയുടെ പുറത്ത് നടന്നൊരു കാര്യമല്ല. മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളും, ഈവൻ സോവിയറ്റ് യൂണിയൻ പോലും അതിന് മൗനാനുവാദം നൽകിയിട്ടുണ്ട്. കാരണം ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം പോലും വലിയ ജൂ പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തിനാണ് യൂറോപ്പ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, യൂറോപ്പ് ജൂതന്മാരോട് ചെയ്തിട്ടുള്ള അതിക്രിയകൾക്കൊരു പരിഹാരം എന്ന നിലയ്ക്കായിരിക്കും, പ്രായശ്ചിത്തം എന്ന നിലയ്ക്കാണെങ്കിൽ പോലും ഒരു ഒരു ജൂത പ്രശ്നം യൂറോപ്പിന് ഒഴിവാക്കണമായിരുന്നു. അതായത് അതൊരു പ്രശ്നമാണ്, അവരവിടെ ആ നാട്ടിൽ നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അവരവിടെ നിന്ന് ഒഴിവാക്കിയാലേ ഇതൊരു ഒരു വികസിത പുരോഗമന ഭൂഖണ്ഡമായി നിലനിർത്താൻ കഴിയുമെന്ന് അവിടെയുള്ള ആളുകൾക്ക് തോന്നി. അതിൻ്റെ ഭാഗമായിട്ടാണ് അതേ ഗൂഢാലോചന തന്നെ ഈ UN കാർമ്മികത്വത്തിൽ നടന്ന ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനത്തിലുമുണ്ട്. നിഷാദ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇസ്രായേലിൻ്റെ ഭൂപടം. ഇപ്പോൾ ഒരു ടെറിട്ടറിയിലേക്ക് കുറേ അധികം ആളുകൾ പുറത്തുനിന്ന് വന്ന് ആ ടെറിട്ടറി കീഴടക്കുന്നു, അവരവിടെ ഒരു രാജ്യം സ്ഥാപിക്കുന്നു. അവിടെ ജീവിച്ചിരുന്ന മനുഷ്യന്മാർ അവർ ആട്ടി പുറത്താക്കി അല്ലെങ്കിൽ ഗെറ്റോവൈസ് ചെയ്തൊരു പ്രദേശത്തേക്ക് മാറ്റുന്നു. കുറേ പേർ നാട് വിട്ടു പോകുന്നു, അവരവിടെ ഒരു രാജ്യം സ്ഥാപിക്കുന്നു. അതൊരു തർക്കമായി വരുമ്പോൾ UN എന്ന ഒരു കാര്യം ചെയ്യാം, 2 രാജ്യമാക്കാം എന്ന് പറയുമ്പോൾ അതിൻ്റെ മാപ്പ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ആ സമയത്ത് ഇസ്രായേൽ രാഷ്ട്ര സ്ഥാപനത്തിൽ ഫലസ്തീൻ ടെറിട്ടറിയിലെ ജൂ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 33% ആണ്. പക്ഷേ ഭൂമിയിൽ 55%, 56% അവർക്ക് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ഭൂപ്രദേശം ബഹുഭൂരിഭാഗം വരുന്ന ഫലസ്തീനികൾക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ഈവനായിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ? ഇതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ 2 രാജ്യങ്ങൾ സ്ഥാപിക്കുകയാണ്. 2 രാജ്യങ്ങൾ സ്ഥാപിക്കുമ്പോൾ മൊത്തം ടോട്ടൽ പ്രദേശം എടുത്തിട്ട് 2ആയിട്ട് ഭാഗിച്ച് 56% നിൽക്കുന്ന ബാക്കി 45% ഇവർക്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ? അങ്ങനെയല്ലല്ലോ ഇതിൻ്റെ. അതായത് ഫലസ്തീൻ ടെറിട്ടറിയിൽ ഗസ സ്ട്രിപ്പ് എന്ന് പറയുന്നൊരു ചെറിയ ഭാഗം അവിടെ ഒഴിച്ചിട്ടിരിക്കുന്നു. അത് ബഹുഭൂരിഭാഗം അഭയാർത്ഥികളൊന്നും താമസിച്ചിരിക്കുന്ന സ്ഥലം
അത് എന്നാണ് ഫലസ്തീൻ്റെ ഭാഗം. കുറേ ദൂരെ മാറി വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്ത് കുറേ അധികം ഫലസ്തീൻ പ്രദേശം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ അതൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗമാണ്, കുറേ അധികം പ്രദേശങ്ങൾ ഡിമാർക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു മൂലയിൽ സിനായ് പെനിൻസുലയോട് ചേർന്നുള്ള ഭാഗം ഫലസ്തീനു വേണ്ടി മാറ്റി വയ്ക്കുന്നു. അതായത് ഒരു പാത്രത്തിൽ 3 വട്ടം വരച്ചതുപോലെ, അതായത് 2 വട്ടവും ഒരു ചെറിയ നീളത്തിലുള്ള ഒരു ഭാഗം വരച്ചതുപോലെ ഒരു മാപ്പ് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് പഴയ കൊളോണിയൽ തന്ത്രമാണ്. ഒരു കാലത്തും ആ പ്രശ്നം പരിഹരിക്കപ്പെടരുത്. അത് മാത്രമല്ല, ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം സ്ഥാപിതമാവരുതെന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചൊരു മാപ്പാണത്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ഉണ്ടായ 2 യുദ്ധങ്ങളിൽ ഈ പറയുന്ന സിനായ് പെനിൻസുലയുടെ ഭാഗവും വെസ്റ്റ് ബാങ്കിൻ്റെ ബഹുഭൂരിഭാഗം പ്രദേശങ്ങളും ഗസയും ഇസ്രായേൽ കൈയടക്കി വയ്ക്കുന്നു. ഗസ ഇപ്പോഴും ചുറ്റാലും ഉപരോധത്തിലേർപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം UN ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫലസ്തീൻ എന്നൊരു രാജ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചല്ല ഈ ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുകയും 2 രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തെന്ന് ആ മാപ്പ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നീട് അത് തന്നെയാണല്ലോ സംഭവിച്ചത്. 2024 സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം, ഈ നവംബർ 29 ദിവസം, ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മെമ്പർ സ്റ്റേറ്റ് എന്ന നിലയിലേക്കുള്ള ഫലസ്തീൻ്റെ, UN മെമ്പർ സ്റ്റേറ്റ് എന്നുള്ള ഫലസ്തീൻ്റെ പ്രയാണം കുറേ കൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. അവർക്ക് അവിടെ കുറേ കൂടി വോയിസ് ഉണ്ട്. എന്ന് മാത്രമല്ല, ലോകരാജ്യങ്ങളെല്ലാം ഒരു സ്വതന്ത്ര ഫലസ്തീൻ വേണം എന്നാഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഫലസ്തീൻ കോസ് കുറേ നാളും മറവിയിലായിരുന്നു. ഫലസ്തീൻ കോസ് കുറേ കൂടി ഫ്ലോട്ട് ചെയ്ത് വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അറബ് പോപ്പുലേഷൻ, അതായത് ഫലസ്തീന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. UN പ്രമേയം അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പഴയ കൊളോണിയൽ തന്ത്രം, അതായത് ഈ അറബ് രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് പേരെങ്കിലും ഫലസ്തീനെ എതിരാക്കി മാറ്റുക, അല്ലെങ്കിൽ ഇസ്രായേലിന് എതിരായി നിൽക്കുന്നവരെ ഇസ്രായേലിനെ അനുകൂലമാക്കി മാറ്റുക എന്നതിൻ്റെ ഭാഗമായി ഇസ്രായേൽ അറബ് കൺട്രീസുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അമേരിക്കയുടെ തന്ത്രം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സൗദി അറേബ്യയെ കൂടെ നിർത്താൻ അവർ നടത്തിയ ശ്രമം, ഇപ്പോൾ അബ്രഹാം അക്കോർഡിൻ്റെ ഭാഗമായി കൂടെ നടത്താൻ ശ്രമം സൗദി അറേബ്യ കൊടുക്കുന്ന വലിയ ഹെഫ്റ്റി പ്രോമിസാണ്. അത് നിങ്ങൾക്ക് ആണവായുധങ്ങൾ തരാം, ന്യൂക്ലിയർ പവർ ടെക്നോളജി തരാം, കൂടുതൽ ആയുധ കരാറുകൾ തരാം എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിക്കുന്ന വാഗ്ദാനം നൽകിയിട്ടാണ് ഇസ്രായേലിലൂടെ അടുപ്പിക്കാൻ നോക്കുന്നത്. അത് ഈ ഒക്ടോബർ 7 സംഭവത്തിന് ശേഷം അതിൻ്റെ ഭാവി ചോദ്യം ചെയ്യപ്പെടുകയാണ്. പക്ഷേ ജനുവരിയിൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരും. നമ്മൾ ഇനിയും കുറേ അധികം നാളുകൾ നവംബർ 29 ഇങ്ങനെ ആചരിക്കും. പക്ഷേ ഒക്ടോബർ 7 ശേഷം ഉണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടിൽ, അതായത് 2000 മുതൽ 2020 കാലഘട്ടത്തിൽ ഈ ഫലസ്തീൻ കോസ് എന്ന് പറഞ്ഞ് ആളുകൾ എന്താണ് അതിനങ്ങോട്ട് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. അവിടുത്തെ മരണങ്ങൾ, ഇസ്രായേലിൻ്റെ അധിനിവേശം, ഇതൊക്കെ ഒരു വാർത്തയാലാതായി മാറിയെന്നുള്ളതിന് അവിടെ നിന്നുള്ള കൊച്ചു സംഭവങ്ങൾ പോലും ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നതായി മാറുന്നുണ്ട്. പിന്നെ മലയാളത്തിൽ നമ്മൾ ഈ നവംബർ 29 കുറിച്ച് സംസാരിക്കുന്നതിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. ലോകത്തെ ഏതെങ്കിലും ഭാഗത്ത്, ഇസ്രായേൽ ഒഴികെ ലോകത്തെ ഏതെങ്കിലും രാജ്യങ്ങളിൽ മനുഷ്യർ ഈ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൻ്റെ രാഷ്ട്രീയവും ചരിത്രവും മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും അവിടെ നിന്ന് ചെറുത്തുനിൽപ്പ് നടന്ന മനുഷ്യരെ അപമാനിക്കുകയും ചെയ്യുന്ന ജനവിഭാഗം മലയാളികളെ കുറച്ച് ആളുകളല്ലാതെ വേറെ എവിടെ ഉണ്ടാവില്ല. അത് ഭൂരിഭാഗം ആൾക്കാരല്ല, വളരെ കുറച്ച് ആൾക്കാർ. അവർക്ക് വലിയ തോതിലുള്ള വിസിബിലിറ്റി ഉണ്ട്, അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള സാന്നിധ്യമുണ്ട്. അത് ലോകത്തെവിടെ ഉണ്ടാവില്ല. അതായത് ഇത്ര അറപ്പില്ലാതെ, ഉളുപ്പില്ലാതെ ഒരു അധിനിവേശ രാജ്യത്തിനെ അനുകൂലിച്ചുകൊണ്ടും ആ അധിനിവേശത്തിനെതിരെ പോരാടുന്ന മനുഷ്യരെ അപഹസിച്ചുകൊണ്ടും അവരെ പിന്തുണയ്ക്കുന്നവരെ പരിഹസിച്ചുകൊണ്ടും പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകൾ ലോകത്ത് ഇത്രയധികം ആളുകൾ ഒരു ചെറിയ ഭൂപ്രദേശത്ത് കൂടുതലായിട്ട് കേരളത്തിലെ പോലെ ഉണ്ടാവില്ല. അവരോട് മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ ഈ നവംബർ 29 ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഫലസ്തീൻ കോസ് എന്ന രാഷ്ട്രീയ ഓർമ്മ മനുഷ്യരിൽ ഉണ്ടാക്കാൻ ഈ ദിവസത്തിന് കഴിയട്ടെ. നമുക്ക് നാളെ ഇരിക്കാം. നമസ്കാരം.